നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരേതായാലും ഒന്ന് നന്നാകാൻ തീർച്ചപ്പെടുത്തിയെന്ന് തോന്നുന്നു. നിലമ്പൂരിൽ നിന്ന് അവർ ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ചിരിക്കുകയാണ്. ഇനിയൊരു കുതിപ്പായിരിക്കും. എന്തായാലും നേതൃത്വം, അണികൾ ഒക്കെ ആവേശഭരിതരായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഏപ്രിൽ മെയ്യിലായിരിക്കും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരേണ്ടതും മെയ് മാസത്തിലാണ്. പിണറായി വിജയനെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് കോൺഗ്രസ് ഇറങ്ങിയിരിക്കുകയാണ്. സാധാരണ ഈ കോൺഗ്രസ്സുകാർ ആരായിരിക്കും സ്ഥാനാർത്ഥികളെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും, അത് ആ മണ്ഡലം ഇന്നാരുടേതാണ് എന്ന് വെച്ചാൽ ഈ കുറെ കടൽക്കിഴവന്മാർ സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് കോൺഗ്രസിനകത്ത്. CPM എന്ന് പറയുന്ന പാർട്ടിയൊന്നും അങ്ങനെയല്ല. അവർക്കൊരു കേഡർ സ്വഭാവമുണ്ട്. അവർ ഒരാൾക്ക് ഇത്ര തവണ എന്ന് മത്സരിക്കാൻ കൊടുക്കുന്ന അവസരം, അതുപോലെ തന്നെ എത്ര തവണ തുടർച്ചയായി തോറ്റു കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് മാറ്റിയിരുത്തും, ഇതൊക്കെ അവർ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സിലെ പരമ്പരാഗതമായി നമ്മൾ കണ്ടിട്ടുള്ളത് മണ്ഡലം അങ്ങ് തീറെഴുതി കൊടുക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാർലമെന്റ് സീറ്റിൽ മാവേലിക്കര മണ്ഡലം തീറെഴുതി കൊടുത്തിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് എന്ന മഹാന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടെ വേറൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിക്കുക പോലുമില്ല. അതവിടെ നിൽക്കട്ടെ. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കോൺഗ്രസ് ഒരു വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. യുവനിരയെ മുഴുവൻ ഇങ്ങോട്ടേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇപ്പോഴേ ഒരു സർവേ പട്ടികയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ, ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് കിട്ടില്ല എങ്കിലും അതിൻ്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ, ഇങ്ങനെ മൂന്നായി തരം തിരിച്ചുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന മുഴുവൻ പുതിയ നിരയാണ്. പുതിയ നിര എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇപ്പോൾ സജീവമായിട്ട് യൂത്ത് കോൺഗ്രസിനകത്തും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും ഒക്കെ അങ്ങനെ നിറഞ്ഞ് ആടി നിൽക്കുന്നവരാണ്. ഇതിപ്പോൾ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന ഒരു ആവേശം എന്ന് പറയുന്നത് നിലമ്പൂരിലെ വിജയം, അതുപോലെ തന്നെ കോൺഗ്രസിനെ പറ്റി പരക്കെ പരാതി ഉണ്ടായിരുന്നത് ഈ പലർക്കും ഇത്തരത്തിൽ മണ്ഡലം തീറെഴുതി കൊടുക്കുക, അവരവിടെ നിന്ന് മാറിക്കൊടുക്കാതിരിക്കുക, സീറ്റ് കിട്ടാതെ വരുന്ന സമയത്ത് ഓടി വന്ന് ഇന്ദിരാഭവന്റെ മുന്നിൽ വന്ന് നിന്ന് തലമുണ്ടനം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കോൺഗ്രസിനകത്ത് നടക്കുക. ചോദിച്ചാൽ പറയും ഉൾപാർട്ടി ജനാധിപത്യം ഉള്ള പാർട്ടിയാണ് എന്നൊക്കെ. എന്തായാലും ഇനി 7-8 മാസം ബാക്കി നിൽക്കെ ഇവരൊരു വലിയ തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 3 തരത്തിൽ മണ്ഡലത്തെ വിഭജിച്ചിട്ടുണ്ട്. എല്ലാം കോൺഗ്രസിന്റെ AICC നേരിട്ടുള്ള നിരീക്ഷണത്തിലൂടെയാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ പതിവിൽ നിന്ന് വിപരീതമായിട്ടാണ് ഇത്തരത്തില് നേരത്തെ തന്നെ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് അവരോടെല്ലാം ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അനൗദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ മണ്ഡലം കേന്ദ്രീകരിച്ച് ചിലർ നേരത്തെ തന്നെ മണ്ഡലം എടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വിജയസാധ്യത കണ്ടുകൊണ്ടും അല്ലെങ്കിൽ മുമ്പ് ചില നേതാക്കന്മാരൊക്കെ ചിലയിടങ്ങളിൽ മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടെങ്കിലും, ഇപ്പൊ ഉദാഹരണത്തിന് കരുനാഗപ്പള്ളിയിൽ തന്നെ മഹേഷ് MLA, അദ്ദേഹം 2016 പരാജയപ്പെട്ടു. പക്ഷേ ആ മണ്ഡലത്തിൽ നിന്ന് അല്പം പോലും മാറിയില്ല, പതറാതെ നിന്നു. 2021 അതിന്റെ വിജയമുണ്ടായി. മഹേഷ് 2021 കരുനാഗപ്പള്ളിയിൽ ഒരു വലിയ വിജയമാണ് കോൺഗ്രസ്സുകാർക്ക് കാണിച്ചു കൊടുത്തത്. അങ്ങനെ ഇത്തവണ അങ്ങനെ ജയസാധ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ചിലരെയൊക്കെ തന്നെ അങ്ങോട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരെല്ലാം മണ്ഡലങ്ങളിൽ പോയി പ്രവർത്തിച്ചു കൊള്ളാനായിട്ട്. കാരണം ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ആവേശം, ഊർജ്ജസ്വലത, അത് താഴെ തട്ടിലേക്ക് എത്തണം, അണികളിലേക്ക് എത്തണം. അങ്ങനെ ഇതെല്ലാം വോട്ടാക്കി മാറ്റണം. അതുപോലെ തന്നെ വലിയ ഒരു യുവനിരയെയും പുതിയ നിരയെയും രംഗത്തേക്ക് കൊണ്ടുവന്നതിനോടൊപ്പം പഴയ ചില സ്ഥാനാർത്ഥികളെ ഒക്കെ തന്നെ അവർ നിൽക്കുന്നുണ്ട്. അവർക്കുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ പിന്നീട് വിഭജിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇതിപ്പോൾ തന്നെ വന്നിരിക്കുന്നത് തിരുവമ്പാടിയിൽ VS ജോയിയുടെ പേരാണ് പറയുന്നത്.
തിരുവമ്പാടി VS ജോയിയുടെ അങ്ങനെ ഉറപ്പിക്കില്ല, അനൗദ്യോഗികമാണ് VS ജോയി. കാരണം തിരുവമ്പാടി മണ്ഡലം ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് കൊടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം ജോസ് കെ മാണി LDFിൽ നിന്ന് UDFിലേക്ക് വരും. അതിനുള്ള ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം ജോസ് കെ മാണിക്ക് മണ്ഡലം, സുരക്ഷിത മണ്ഡലം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. തൃശ്ശൂരിൽ സന്ദീപ് വാര്യരായിരിക്കും മത്സരിക്കുക. സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് പോയ ആളാണ്. തൃശ്ശൂർ നോട്ടമിട്ട്, കാരണം അവിടെ സ്ഥാനം കിട്ടാഞ്ഞിട്ട്, സീറ്റ് കിട്ടാഞ്ഞിട്ട് സ്ഥാനമോഹിയായ അദ്ദേഹം പോയത് ഈ സ്ഥാനമോഹം കൊണ്ട് മൂത്ത ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കോൺഗ്രസ്സുകാരുടെ ഇടയിലേക്കാണ് അദ്ദേഹം ചെന്ന് പെട്ടിരിക്കുന്നത്. ഏതായാലും തൃശ്ശൂരിൽ അദ്ദേഹം അനൗദ്യോഗികമായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെ തൃശ്ശൂര് സന്ദീപ് വാര്യരെ ഇറക്കിയതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ സുരേഷ് ഗോപി പിടിച്ചെടുത്തിരിക്കുന്ന പാർലമെന്റ് മണ്ഡലമാണ്. അവിടെ BJPക്ക് അല്പം സ്വാധീനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുമെന്നുള്ള രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സന്ദീപ് വാര്യരെ കൊണ്ട് അവിടെ തൃശ്ശൂർ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തൃത്താലയിൽ VT ബൽറാമിനെയും തിരുവനന്തപുരം മണ്ഡലത്തിലെ ശബരിനാഥിന്റെ പേരാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ അത് ഉറപ്പ് പറയാറായിട്ടില്ല. കാരണം തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത് പഴയ വെസ്റ്റ് മണ്ഡലമാണ്. ഇപ്പോൾ തിരുവനന്തപുരവും പിന്നെ പണ്ട് തിരുവനന്തപുരം വെസ്റ്റ് നോർത്ത് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ അത് തിരിച്ച് തിരുവനന്തപുരവും കഴക്കൂട്ടം അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് നേമം ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ശബരിനാഥ് പറയുന്നുണ്ടെങ്കിലും അത് ഘടകകക്ഷിയായ CMB ചോദിച്ചിട്ടുണ്ട്. CMB എന്ന് പറഞ്ഞാൽ CP ജോണാണ്. CP ജോണിന് മത്സരിക്കാൻ വേണ്ടി CP ജോണും പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവമ്പാടിയും അതുപോലെ തിരുവനന്തപുരം മണ്ഡലവും ഇതിനകത്ത് ഒരു സംശയത്തിന്റെ രീതിയിൽ നിൽക്കുകയാണ്. കാരണം തിരുവനന്തപുരം മണ്ഡലത്തിനു വേണ്ടി CP ജോൺ വാദിക്കും. ശബരിനാഥ് മുമ്പ് അരുവിക്കര മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പില് G കാർത്തികേയന്റെ മകൻ പിന്നെ അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നു. പിന്നീട് ഈ 2016 വിജയിച്ചു. 2021 അവിടെ G സ്റ്റീഫനോട് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അരുവിക്കരയിലേക്ക് പോകാൻ അല്പം ഭയമുണ്ട് ശബരിനാഥിന്. അതുകൊണ്ട് തിരുവനന്തപുരം ചോദിക്കുകയാണ്. തിരുവനന്തപുരം എന്ന് പറയുന്നത് മറ്റു പലരും നോട്ടമിട്ടിട്ടുള്ളതാണ്. CP ജോൺ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലെ ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവാണ്. ആന്റണി രാജുവിന് എന്തായാലും ഇനി മന്ത്രിസ്ഥാനവും ഇല്ല, MLA സ്ഥാനവും ഇല്ല. ആ പാർട്ടി തന്നെ കാണത്തില്ല. CPM വിഴുങ്ങും. അങ്ങനെ CPM സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ മത്സരിക്കാൻ പോവുക. BJPയിൽ നിന്ന് കൃഷ്ണകുമാറിനെ ഇറക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൃഷ്ണകുമാർ മുമ്പ് അവിടെ 2021 മത്സരിച്ചിട്ടുള്ളതുമാണ്. VS ശിവകുമാർ ആയിരുന്നു മുമ്പ് പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അന്ന് ശിവകുമാറിനെയാണ് ആന്റണി രാജു പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കൊയിലാണ്ടിയിൽ അഭിജിത്തിനെ മത്സരിപ്പിക്കും എന്നറിയുന്നു. ഉദുമയിൽ പ്രദീപ് കുമാർ, പിന്നെ കായംകുളത്ത് അരിതാ ബാബു. കായംകുളത്ത് 2021 അരിതാ ബാബു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവിടെ പിന്നെ പ്രതിഭയാണ് CPMലെ. ഇപ്പോൾ അവിടെ CPMനകത്ത് വലിയ പടലപ്പിണക്കം ഒക്കെ നിൽക്കുന്ന സമയമാണ്. പക്ഷെ കായംകുളം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലാണ്. ശോഭാ സുരേന്ദ്രൻ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു പാർലമെന്റ് മണ്ഡലമാണ്. അവിടെ നിന്ന് ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ട് നേടി. കായംകുളം മണ്ഡലത്തിൽ BJP ശോഭാ സുരേന്ദ്രനെ ഇറക്കും എന്നും പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ CPMൽ നിന്ന് പ്രതിഭാകരിയും BJPയിൽ നിന്ന് ശോഭാ സുരേന്ദ്രനും കോൺഗ്രസിൽ നിന്ന് അരിതാ ബാബു ആണെന്നുണ്ടെങ്കിൽ 3 മഹിളകൾ മത്സരിക്കുന്ന വാശിയേറിയ ഒരു മണ്ഡലമായി കായംകുളം മാറും. കഴക്കൂട്ടത്ത് JS അഖിലാണ് പറയപ്പെടുന്നത്. അനൗദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കഴക്കൂട്ടത്ത് 2021 JS അഖിലിനെ മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയതാണ്. പക്ഷേ അന്ന് ഡോക്ടർ SS ലാലിനെയാണ് കോൺഗ്രസ് നേതൃത്വം ഇങ്ങോട്ടേക്ക് ഇറക്കിയത്. പക്ഷേ JS അഖില് കഴക്കൂട്ടം സ്വദേശിയാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം വർഷങ്ങളായിട്ട് കഴക്കൂട്ടം മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. മണ്ഡലത്തിലെ ഏത് പ്രശ്നമുണ്ടെങ്കിലും എവിടെയായാലും മുക്കിലും മൂലയിലും ഒക്കെ ഓടിയെത്തുന്ന ഒരു യുവ നേതാവാണ് JS അഖിൽ. വർക്കലയിലെ MJ ആനന്ദ്. ഇങ്ങനെയാണ് കണക്കുകൾ വിട്ടിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ഇത്രയും നേരത്തെ അനൗദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം നടത്തി ഇവരോടൊക്കെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താനായിട്ട് പറഞ്ഞിരിക്കുകയാണ്.
ഇനിയും മോളിൽ നിന്നും താഴെ നിന്നും ഇടയ്ക്ക് നിന്നും ഒരു അട്ടിമറിയും ഉണ്ടാകാതിരുന്നാൽ നന്നായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.